2023 അവസാനിക്കണേണ് ഇപ്പൊ 2024 തുടങ്ങണേണ്. അപ്പൊ 23 അപേക്ഷിച്ച് 24ലേക്ക് വരുമ്പോ എന്തെങ്കിലും മാറ്റം നമ്മുടെ നാടിന് വരേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നാടിന് ഒത്തിരി കാര്യങ്ങളും മാറ്റം വരേണ്ടതുണ്ടല്ലോ. വണ്ടി മോഡിഫിക്കേഷന്റെ കാര്യം, ഇവിടെ ക്യാമറ ഒക്കെ ഇവർക്ക് എല്ലാവർക്കും പൈസ ഉണ്ട്, എന്നാൽ ഈ റോഡുകൾ നന്നാക്കാനോ അങ്ങനെ അതന്നെ ഭരണത്തിനൊരു വ്യത്യാസം വരണം. വ്യാപാരി വ്യവസായികളെ തെണ്ടിപ്പറിക്കിരിക്കുന്നത്. കേരളത്തിൽ വരേണ്ട അനിവാര്യമായ മാറ്റം, പത്മശ്രീ മോഹൻലാൽ ശക്തി പ്രാപിക്കുക, മമ്മൂട്ടി മരണപ്പെടുക. ഭരണം മാറിയാലാണ് കേരളത്തില് നല്ല ഒരു ഇതുണ്ടാവുള്ളൂ. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇവിടെ രൂക്ഷമാണ് അല്ലേ? ഭയങ്കര രൂക്ഷമാണെന്ന് പറയുന്നത്. ഇവിടെ ഈ പിന്നെ വ്യാപാരി വ്യവസായികളെ തെണ്ടിപ്പറിക്കിരിക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക്. അതിലപ്പുറം ഫുട്പാത്തിരിക്കണവർക്ക് ഒരു കച്ചവടവും ഇല്ല. ഈ ക്രിസ്മസിൻ്റെ കച്ചവടമോ എന്താ നോക്കി എല്ലാ കടക്കാരൊക്കെ വെറുതെ ഇരിക്കണേ. റോട്ടിൽ ഫുട്പാത്തിൽ മാത്രമേ അനക്കം മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ നടക്കുന്ന സംഭവം. കേരളത്തില് ഭരണമാറ്റം പ്രതീക്ഷിക്കണ്ട്. അതുണ്ട്. അത് ഓൾറെഡി ഉള്ളതാണല്ലോ, അത് വേറെ ഉള്ളതാണ്. ഭരണം മാറുമ്പോ അതിലെല്ലാം വ്യത്യാസം മാറുമ്പോ മാറ്റം വരും നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റുള്ളൂ, ഉറപ്പില്ല. അതന്നെ ഭരണത്തിനൊരു വ്യത്യാസം വരണമെന്നുണ്ട്. നാടിന് ഒത്തിരി കാര്യങ്ങളും മാറ്റം വരേണ്ടതുണ്ടല്ലോ. തോന്നല് എന്തൊക്കെ മാറണമെന്നാണ് മെയിനായിട്ട് പറഞ്ഞോ. അങ്ങനെ ഇല്ല. മാറ്റം മാറ്റങ്ങൾ വേണമല്ല, വരുംതോറും യുവതലമുറക്കൊക്കെ മാറ്റങ്ങൾ വേണമല്ല. എന്തെങ്കിലും മാറ്റം എന്തെങ്കിലും കാര്യത്തിന് ആദ്യം കുട്ടികള് ചെറുപ്പക്കാര് തന്നെ ഒരു മാറ്റം വരണം. അവർക്ക് ചിന്താഗതി അത് തന്നെ, അത് കുറച്ച് വ്യത്യാസമുണ്ട്. മോഷണം പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് നമ്മൾ അവരെ പിടിച്ച് അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ മാറ്റം വരുമല്ലോ. അങ്ങനെയൊക്കെ ചെയ്യണം. പുതുതലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി നമ്മളെല്ലാവരും മുന്നിട്ടിറങ്ങണം. നമ്മുടെ കുഞ്ഞു കുട്ടികളെയൊക്കെ ഇങ്ങനെ മോഷണം പോകുന്നു, അവരെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകണം, അതൊക്കെ അതിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. കുറച്ചും കൂടി അതിൽ അലേർട്ട് ആവണം. പിള്ളേർ പെൺകുട്ടികൾക്ക് ഇറങ്ങി നടക്കുന്ന ഒരു സംരക്ഷണം വേണം. അതിനുള്ള സംവിധാനത്തിൽ ഒരു നല്ല മാറ്റം വരണം. വിലക്കയറ്റം മാറിക്കിട്ടിയാൽ മനുഷ്യനൊരു ആശ്വാസം ഉണ്ടാവും. എല്ലാത്തിനും കുറെ കഴിവുള്ളവർക്ക് മാത്രം ദൂർത്തടിക്കാൻ ഉള്ളൊരു മേഖലയല്ല വേണ്ടത്. പാവപ്പെട്ടവനെയും കൂടി സഹകരിച്ചു പോകണമെന്നുള്ള ഒരു മനസ്സിൻ്റെ ഇതാണ്. വിലക്ക് മാറ്റങ്ങൾ കുറയണമെന്നും മനുഷ്യന് സുവിഷമായിട്ടുള്ള ഒരു വിഷമില്ലാത്തൊരു ഭക്ഷണങ്ങൾ അങ്ങനെയുള്ള കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം നല്ല ഇതായിട്ടാണ്. പിന്നെ മതസൗഹാർദ്ദം. ഫസ്റ്റ് ഓഫ് ഓൾ ഗവൺമെന്റ് മാറണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. മാറണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. കാരണം മാറണം. കാരണം ഇപ്പൊ നമ്മൾ കാണുന്നുണ്ടല്ലോ ഈ നവകേരള യാത്രയിൽ എത്ര ആൾക്കാരാണ് ഇങ്ങനെ പണി ഉണ്ടാക്കുന്നത്. അപ്പൊ മിക്കവാറും ഗവൺമെന്റ് മാറിയ എല്ലാം നല്ല ഭരണം മാറിയ എല്ലാം സെറ്റാവും. അതെ ഭരണം മാറും, അത്രേ ഉള്ളൂ. ശരി, നമ്മള് പറഞ്ഞാൽ മാറും, കേരളം മാറുന്നതിന് പ്രതീക്ഷ. നമുക്കിപ്പോ എല്ലാത്തിനും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമുക്ക് നമ്മൾ ചിന്തിക്കുന്ന കാര്യം അല്ലാണ്ട് ഇത് മാറണമെന്നും പറഞ്ഞ നമ്മൾ ആരും അടിച്ചേൽപ്പിക്കണല്ല. ഈ വണ്ടി മോഡിഫിക്കേഷന്റെ കാര്യം, MVD പിടിക്കുന്ന കാര്യമൊക്കെ അതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. റോഡും ഇതൊക്കെ ഇടക്കിടക്ക് ഉണ്ടാക്കിയെടുക്കുന്ന നിയമങ്ങളായിട്ട് തോന്നിയിട്ടുണ്ട്. അത് മാറി കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്. പിന്നെ റോഡ് ഓഫ് കോഴ്സ്, ട്രാഫിക് കാര്യങ്ങള് വേണ്ട സ്ഥലത്ത് കറക്റ്റായിട്ട് ഓവർ ബ്രിഡ്ജുകൾ പ്ലേസ് ചെയ്യുക. പിന്നെ മെട്രോ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് കൂടെ വ്യാപിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. വികസനം കുറച്ചും കൂടി നല്ല കറക്റ്റ് കാര്യപ്രാപ്തിയായ രീതിയിൽ പോകണമെന്നുള്ളത്. പിന്നെ അർഹതയുള്ളവർക്ക് അവരുടെ വേജസ് കറക്റ്റായിട്ട് കൊടുക്കുക. ഇവിടുത്തെ റോഡ്, ട്രാഫിക്, അതൊക്കെ നിയമങ്ങളൊന്നും മാറ്റണം. പിന്നെ റോഡുകൾ ആദ്യം നന്നാക്കണം. ഇവിടെ ക്യാമറ ഒക്കെ ഇവർക്ക് എല്ലാവർക്കും പൈസ ഉണ്ട്, എന്നാൽ ഈ റോഡുകൾ നന്നാക്കാനോ അങ്ങനെ ആദ്യം അത് നന്നാക്കിയിട്ട് വേണം ഇവർ ഈ റൂള് മാറ്റാനോ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ. മൊത്തത്തിലുള്ള ഇപ്പൊ റോഡിനും അങ്ങനത്തെ ഉള്ള സിസ്റ്റങ്ങൾ, ഗതാഗത സിസ്റ്റങ്ങളൊക്കെ മാറണം. മാറ്റം വരണം, അതാണ് നല്ലത്. മാറ്റം എന്തായാലും വരണം. മാറ്റം ഒന്ന് രണ്ടെണ്ണം ചെയ്യേണ്ട ഒരു അഭിപ്രായത്തിൽ മൊത്തത്തിലൊരു മാറ്റം വരണം. ഭരണ സംവിധാനമാണ് അങ്ങനെ തന്നെയാ. ഭരണം ഭരണവും മാറണം, മനുഷ്യരും മാറണം, എല്ലാവരും മാറണം.
മൊത്തത്തില് മാറ്റം വരണം. മാറിയിട്ടല്ലല്ലോ, അങ്ങനെയല്ല. എന്തെങ്കിലും ഒരു സ്പെസിഫിക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രാധാന്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിലക്കയറ്റം അതൊക്കെ ബുദ്ധിമുട്ടാണ്. വിലക്കയറ്റം കുറിച്ച് കഠിനമായിട്ട് പിന്നെ ഭയങ്കര കൂടുതൽ 2024 വരുമ്പോ വിലക്കയറ്റത്തിനൊരു പിടുത്തം ഉണ്ടാവണം. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം കൊണ്ടും നമുക്കിപ്പോൾ നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാലും നമ്മൾക്കത് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ തന്നെ. കയ്യിലൊന്നും ഇരിക്കാനുള്ള അതന്നെ, സേവിങ്സും ഇല്ല, എല്ലാം അതിൻ്റെ വഴിക്കും ഒക്കത്തിന് വിലക്കയറ്റമാണ്. എന്തിനായാലും വ്യത്യാസം വരണം. അങ്ങനെ പ്രതീക്ഷിക്കണേ വരും എന്നുള്ളൊരു. കേരളത്തിൽ വരേണ്ട അനിവാര്യമായ മാറ്റം പത്മശ്രീ മോഹൻലാൽ ശക്തി പ്രാപിക്കുക, മമ്മൂട്ടി മരണപ്പെടുക. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളുള്ളത്. മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും അവർ നശിച്ച് നാരായണക്കരെടുക്കുക. മോഹൻലാലും മോഹൻലാലിൻ്റെ മകനും ഇനിയും ഉയരങ്ങളിലേക്ക് ഒരുപാട് എത്തട്ടെ എന്ന്. അല്ല, അവര് ഉയരങ്ങളിലേക്ക് എത്തട്ടെ, പക്ഷെ ഇവരെ നമുക്ക് അടിച്ചമർത്തുന്നോണ്ട് എന്താണ് എല്ലാരും ഉയരങ്ങളിലേക്ക് പോട്ടെ എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. പക്ഷേ അങ്ങനെയല്ല, മനുഷ്യരല്ലേ. ഇല്ല, അഹങ്കാരിയാണ് മമ്മൂട്ടി. നമ്മ അഹങ്കാരം ഒരിക്കലും വെച്ചുറപ്പിക്കില്ല. അല്ല, കേരളത്തില് നമ്മൾ മൊത്തത്തിൽ ജനാധിപത്യം നമ്മ നോക്കല്ല. നമ്മുടെ ന്യായപരമായിട്ടുള്ള ഇതാണ്. മോഹൻലാൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ, അതാണ് ഇത് ഉറപ്പായിട്ടും കേട്ടോ. കേരളത്തിലിപ്പോൾ ശരിക്കും വരേണ്ടതെന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുകൾ മാറുക, കാരണം ബുദ്ധിമുട്ടുകളാണ്. കാരണം ഇപ്പോൾ സാമ്പത്തികമായിട്ടാണെങ്കിലും താഴെക്കടയിലുള്ളവരൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിലാണ്. പിന്നെ ഇതുപോലെ ക്രിസ്മസ് ഓളമിക്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ആ ബുദ്ധിമുട്ട് നമ്മളെല്ലാവരും ബാധിക്കുന്നുണ്ട്. ജോലി എല്ലാത്തിലും അങ്ങനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും സാമ്പത്തിക മാന്ദ്യം അത് രൂക്ഷമാണ്. നമ്മൾ എല്ലാവരും വളരെ ബുദ്ധിമുട്ടിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഒരു ഇത് വരുമ്പോൾ നമ്മളെല്ലാവരും അതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ എന്തായാലും അതിലൊരു വ്യത്യാസം വരണം, അത്രയേ ഉള്ളൂ.